കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് ഏത് തരത്തിലുള്ള സാൻഡ്വിച്ചും. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കാവുന്ന നല്ലൊരു ചട്നി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. മിക്കവാറും ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ തയ്യാറാക്കി കൊടുക്കുന്ന സ്നാക്കിലൊന്ന് ഇതായിരിക്കും കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. മിക്കവരും അതിൻ്റെ റെസിപ്പി ചോദിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം 1 കപ്പ് തേങ്ങയും 1/4 കപ്പ് മല്ലിയിലയും ഒരു 3-4 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞതും 2 വലിയ എരിവുള്ള പച്ചമുളക് കുച്ചായിട്ടൊന്ന് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും വളരെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇപ്പം ഈ സാൻഡ്വിച്ചിൻ്റെ ചമ്മന്തി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ ബ്രെഡിൻ്റെ പീസസിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് സാൻഡ്വിച്ച് ബ്രെഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു വളമൊക്കെ ഉണ്ട് ബ്രെഡിന്. പക്ഷേ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ആ സൈഡ്സ് ഒന്നും ഒട്ടും വെച്ചേക്കാതെ നല്ല നീറ്റായിട്ട് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ആ ചട്നിയിലോട്ട് 1 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ്. നമ്മുടെ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പുള്ള ബട്ടർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ മറ്റ് റെസിപ്പീസും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ ഞാൻ ആദ്യം ബ്രെഡ് എടുത്ത് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 6 പീസസാണ്. പക്ഷേ പിന്നെ ഞാൻ 2 പീസും കൂടെ ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഈ ഒരളവിലെ ചട്നി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു 12 പീസ് ബ്രെഡിന് കറക്റ്റായിട്ടുള്ള ചട്നി ഉണ്ട് ഇത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓരോ പീസ് ബ്രെഡായിട്ട് എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ല, നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓരോ ടീസ്പൂൺ ബട്ടർ എടുത്തിട്ട് എല്ലാ പീസസിലും ഒന്ന് പുരട്ടണേ. പിന്നെ ബ്രെഡ് എടുക്കുമ്പം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പം ദേ നമ്മുടെ ബ്രെഡിലെല്ലാം ബട്ടർ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചട്നി തേച്ച് കൊടുക്കാം. ചട്നി ഒരു ഇച്ചിരി നല്ല അളവ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഒരുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. സാൻഡ്വിച്ചിൻ്റെ ഒരു എഴുതപ്പെടാത്ത റൂൾ എന്ന് പറയുന്നത് ഈ ബ്രെഡിൻ്റെ ടേസ്റ്റ് അധികം അറിയരുത്. അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് എന്താണോ ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ് അറിയേണ്ടത്. എഴുതപ്പെട്ട റൂളായാലും എഴുതപ്പെടാത്ത റൂളായാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നേ നിൽക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അകത്തെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് ഒരുപാട് എനിക്കങ്ങ് വരുന്നത് ഇഷ്ടമല്ല. എനിക്കെന്തോ ബ്രെഡിനോട് ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. നമ്മൾ ചട്നി എടുത്തിട്ട് എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് ആ മുകളിലത്തെ പീസ് ബ്രെഡ് കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്നും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാണ്. ഞാൻ ഒരു ദിവസം പഴകിയ ബ്രെഡ് എടുക്കണമെന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പം തന്നെ ഇതങ്ങ് കുതിർന്നു പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കല്ലേ. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്